ഹലോ, ഇത് കണ്ടോ എൻ്റെ കയ്യിൽ നിങ്ങൾ കുറേ കോയിൻസ് ഇല്ലേ? ഈ കോയിൻസ് ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ കാണിക്കാവേ. ഇതാ കണ്ടോ, കോയിനും കറൻസികളും ഒക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരെയും കാണിക്കാവേ. ഇത് കുറേ രാജ്യത്തെ കുറേ കോയിൻസും കുറേ കറൻസികളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ സ്വന്തം കെട്ടിയോൻ്റെ കളക്ഷൻ കേട്ടോ. ആൾക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആളുടെ ഒത്തിരി ഫ്രണ്ട്സ് പുറത്തുണ്ട്, അവരോടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഇത് ഇപ്പോഴത്തെ ഒന്നുമല്ല, ഇത് കുറേ നാളുകൾക്ക് മുമ്പുള്ള കേട്ടോ. ഇപ്പോൾ ആളെന്നെ എന്നോട് പറയാറുണ്ട് ഇതിനെപ്പറ്റി സൂക്ഷിച്ച് വെക്കണം, കീറിക്കളയരുത് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം ഞാനത് അത്ര വലിയ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലേ. അന്ന് ഈ ഫയൽ അവിടെ ഇരിക്കുന്ന കണ്ടു, അത്രമാത്രം. പക്ഷെ ഇന്ന് ഞാൻ എന്തിനോ അലമാരി നോക്കിയപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോഴാണ് ശരിക്കും ഇത് ഇത്രയും ഉണ്ടെന്ന് ഞാൻ കണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇത് കുറേ ഏതൊക്കെയോ രാജ്യത്തെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ സ്കൂളിൽ നിന്ന് അസൈൻമെൻ്റൊക്കെ തരത്തില്ലായിരുന്നു. ഇതുപോലെ കോയിൻ കളക്ട് ചെയ്യാനും നോട്ട് കോയിനും പിന്നെ ഇല, പൂക്കൾ, തൂവലുകൾ അതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുപോവുക. അങ്ങനെ കുറേ അസൈൻമെൻറ്റുകളൊക്കെ ഇല്ലായിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ കയ്യിലൊക്കെ ഞാനൊക്കെ ഒന്ന് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ 5 പൈസ 10 പൈസ 5 പൈസ 10 പൈസ 25 പൈസ പിന്നെ 50 പൈസ 5 രൂപ 10 രൂപ നോട്ടുകൾ അതൊക്കെ ഒട്ടിക്കലായിരുന്നു പരിപാടി. നമുക്ക് ഈ പുറത്തൊന്നും നമുക്ക് അന്ന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാജ്യത്തെ കറൻസികൾ കാണുന്നത് കേട്ടോ. ഏതെല്ലാമോ ഉണ്ട് കേട്ടോ. എനിക്കത് സത്യം പറഞ്ഞാൽ എവിടത്തേക്കാണെന്ന് എനിക്കറിയത്തില്ല, എവിടത്തേക്കോ ഉണ്ട്. അതിന് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. ആൾക്ക് ഇങ്ങനൊരു ഇതുണ്ടെന്ന് ഇത്രയും അറിഞ്ഞപ്പോഴേ. എന്തായാലും അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുണ്ടോ? ഇങ്ങനെ കോയിൻസൊക്കെ കളക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ? ഇതിനോട് ക്രേസ് ഉള്ളവരൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു.